ഇപ്പോൾ ശമ്പള പരിഷ്കരണം ആവശ്യം അംഗീകരിക്കാത്ത ആശുപത്രികളിൽ അത്യാഹിത വിഭാഗത്തിൽ അടക്കം പണിമുടക്ക് ആരംഭിക്കുന്നു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. ഇന്നലത്തെ ചർച്ചയിൽ ധാരണയായ 7 ആശുപത്രികളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലകളിൽ കളക്ടറേറ്റുകളിലും വിവിധ ആശുപത്രികൾക്ക് മുന്നിലും ധർണയും പ്രതിഷേധ സമരവും നടത്തും. അജീഷ് ശിവകുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അജീഷ്, തീർത്തും നീതി അജീഷ് ശിവകുമാറുണ്ട്, അജ്മൽ ദിറാറുണ്ട്, കാളിദാസൻ ദേവദത്തം എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, ഏറ്റവും നീതിയുക്തമായ ഈ പറയുന്ന രീതിയിൽ ചെയ്ത ജോലിക്ക് കൂലി വേണം എന്നവരുടെ ആവശ്യം ഇതിനോടകം തന്നെ എന്നേ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇപ്പോഴും മാനേജ്മെന്റ് ഉള്ളതിന് തയ്യാറാവാത്ത എന്താണ്? തയ്യാറാവാത്തവരോട് സമരക്കാരുടെ സമീപനം എന്താണ് അജീഷ്? ഹാഷ്മി ക്രിസ്റ്റീൻ, ഇപ്പോഴും പല ആശുപത്രി മാനേജ്മെന്റുകളും ഈ സമരക്കാരോട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുന്നിലാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ആസ്റ്റർ മിംസിൽ അടക്കം നഴ്സുമാരും സമരത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് മുഴുവൻ നഴ്സുമാരും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗം ഇന്ന് അവർ പകരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയ്ക്കും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ സംഘടന പറയുന്നത്. കണ്ണൂരിലെ ഏതൊക്കെ ആശുപത്രി ഇന്ന് സമരം നടത്തുന്നുണ്ട്? ആരെങ്കിലുമൊക്കെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ ഇതുവരെയ്ക്കും? നമ്മുടെ മാനേജ്മെന്റുമായിട്ടുള്ള ചർച്ച പരാജയമായിരുന്നു. അതിനുശേഷം ഞങ്ങളെ ഒരാളെ പോലും ചർച്ചയ്ക്ക് വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ ഞങ്ങൾ ഇന്ന് രാവിലെ 7:30 തൊട്ട് ഇവിടെ സമരം ചെയ്യുന്നതാണ്. ബേബിയിലെ ഓരോ സ്റ്റാഫും ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ബേബിയിലെ ഓരോ സ്റ്റാഫും ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും സ്റ്റാഫ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ശക്തമായ ഭീഷണിക്കെതിരെയാണ്. ഇന്നലെ ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഗ്രൂപ്പിൽ HR മാനേജർ ഒരു മെസ്സേജ് ഇട്ടു, എല്ലാ ട്രെയിനിങ് സ്റ്റാഫിനെയും പ്രൊബേഷൻ പീരീഡിലുള്ള സ്റ്റാഫിനെയും ഇവിടുന്ന് പുറത്താക്കും സമരത്തിന് ഇറങ്ങിയാൽ. ഒരു ഭീഷണിക്കും ഇറങ്ങാണ്ട് എല്ലാ ട്രെയിനിങ് സ്റ്റാഫും എല്ലാ നഴ്സിംഗ് സ്റ്റാഫും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഞങ്ങളുടെ അത്യാവശ്യവും ഞങ്ങളുടെ അവകാശവും നേടിയെടുക്കാനുള്ള ഒത്തൊരുമയാണ്. ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 40,000 എന്നൊരു ശമ്പളത്തിൽ ഊന്നി നിന്നിട്ടില്ല. ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളും എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ഓവറായിട്ടുള്ള പേപ്പർ വർക്കുകൾ, ഡ്യൂട്ടിയിലുള്ള പ്രഷറുകൾ, ഇതെല്ലാം കുറച്ച് നോർമലായിട്ടൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ള സാലറി, ഞങ്ങൾ ചോദിക്കുന്ന സാലറി ഞങ്ങൾക്ക് തരണം. ഏറ്റവും ഉദാത്തമായിട്ട് ഞങ്ങൾ കാണിക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിംസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഫർഹാൻ യാസിൻ സാർ വരെ നടപ്പാക്കി. ബേബി, ആസ്റ്റർ മിംസ് പോലുള്ള കുത്തക ഗ്രൂപ്പുകളെക്കാളും ചെറിയ ഹോസ്പിറ്റലുകൾ അടിസ്ഥാന ശമ്പളം 40,000 ആക്കി. എന്നിട്ടും നമ്മുടെ വാക്കിനോട് ഒരു കാര്യം പറയാനോ സംസാരിക്കാനോ ഇതുവരെ ഇവർ മുതിർന്നിട്ടില്ല. ഇതാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന പ്രശ്നം. എന്തായാലും കണ്ണൂരിൽ 2 ആശുപത്രി മാനേജ്മെന്റുകൾ ഈ സംഘടനയുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അവിടങ്ങളിൽ മാത്രമാണ് ഇന്ന് സമരം നടക്കാത്തത്. മറ്റ് ആശുപത്രികളിലൊക്കെ തന്നെ ഈ സമരം വലിയ രീതിയിൽ തന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഹാഷ്മി ക്രിസ്റ്റീന. അജ്മൽ ദിറാർ കൂടി ചെയ്യുന്നുണ്ട്. അജ്മൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടുത്തെ തിരുവനന്തപുരത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇത് ഈ ഡോക്ടർമാരും നഴ്സുമാരും പണിമുടക്കുമ്പോൾ അതിന്റെ ആദ്യ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് പാവം രോഗികളാണെന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ പോലും ഇവർ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്യായം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. ട്രിവാൻഡ്രത്തെ അവസ്ഥ എന്താണ് അജ്മൽ? ഹാഷ്മി ക്രിസ്റ്റീന, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസങ്ങൾ തുടങ്ങിയ സമര പരിപാടികളാണ് ഇന്ന് കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അവരിന്ന് പണിമുടക്കിലേക്കും ഒപ്പം തന്നെ പ്രതിഷേധ ധർണകളിലേക്കും പ്രതിഷേധ സമരങ്ങളിലേക്കും പോയിട്ടുണ്ട്. നിയമസഭ വരുമ്പോഴും ഏറ്റവും പുറകിൽ വെച്ചപ്പോഴും എന്നെ ഞാൻ ഏറ്റവും ചിലപ്പോൾ പുറകിൽ പോയിരിക്കും. അപ്പോൾ അന്നേരം എൻ്റെ അടുക്ക് വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്ത നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നാം തവണയാണ്, ഒരു തവണയെ മത്സരിച്ചിട്ടുള്ളൂ. 2-3 തവണ മത്സരിച്ച ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു ക്രൂരതയാണ് CPI കാട്ടിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത് അദ്ദേഹത്തിന് എന്താ നിലപാടെന്ന് ഇരിക്കട്ടെ. ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്താ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, എനിക്ക് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഇതിനെപ്പറ്റി. ഏതായാലും അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു പേയ്മെൻറ്റ് സീറ്റാണെന്നുള്ളത്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. ഏതായാലും ഈ CC മൂന്നൻ എന്ന് പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ്, പാവമാണ്. ഒരു സ്വന്തമായി കിഴക്കിടക്കാൻ ശരിയായ വീട് പോലും ഇല്ലാത്ത മനുഷ്യനാണ്. ആത്മാർത്ഥ ഉള്ള ആളാണ്. ഞാൻ എല്ലാ MLA-മാരോടും നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. അത് കഴിഞ്ഞ് മറ്റ് നേതാക്കളെയും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നാണ്. അത് വരട്ടെ, അത് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. പാവം കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ പാർട്ടി CPI അദ്ദേഹത്തോട് ക്രൂരതയാണെന്നാണ് അദ്ദേഹം പറയുന്നതെന്നാണ് പറയുന്നത്. ഒരു തവണ സീറ്റ് കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു തവണ പോലും സീറ്റൊന്നും കിട്ടാത്ത ലക്ഷക്കണക്കിനായ പാർട്ടി പ്രവർത്തകരൊക്കെ എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു തവണ സീറ്റ് കിട്ടിയ രണ്ടാമത്തെ തവണ സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതുകൂടി ആലോചിക്കുന്നല്ല. എല്ലാ അധിഷ്ഠിതമല്ല രാഷ്ട്രീയം. അത് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. ആ കോൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കോൺസെപ്റ്റൊക്കെ പോയി.
അപ്പോൾ നമ്മൾ അജ്മൽ ദറാർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അജ്മൽ, അപ്പോൾ ഞാൻ ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ടോ? എന്താണ് തിരുവനന്തപുരത്തിന്റെ പൊതു നഴ്സസ് സമര സാഹചര്യം? അശ്മീന തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിലൊരു പ്രതിഷേധ സമരത്തിൽ നിന്നും തലസ്ഥാനത്തേക്കുള്ള ഒരു പ്രതിഷേധ സമരത്തിൽ നിന്ന് തുടങ്ങിയ സംഘടനയുടെ സമരപരിപാടികളാണ് ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലും തൃശ്ശൂരിലുമൊക്കെ സമരം വിവിധ ആശുപത്രികളുടെ മുമ്പിലും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ശക്തമായി തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിലവിൽ സമരങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഈ ആശുപത്രി മാനേജ്മെന്റുകളുടെ സംഘടനയുമായുള്ള മണിക്കൂറുകൾ നീണ്ട ഈ നഴ്സുമാരുടെ ചർച്ച, ആ ചർച്ചയിൽ 7 ആശുപത്രി മാനേജ്മെന്റുകൾ ഇവരുടെ പല ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ആശുപത്രികളെ ഈ പറയുന്ന സമരങ്ങളിൽ നിന്നും പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പണിമുടക്കലുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ ദിയ, സണ്ണ്, തിരുവനന്തപുരത്ത് അനന്തപുരി, SK ഇങ്ങനെ തുടങ്ങിയ വിവിധ മാനേജ്മെന്റുകൾക്ക് കീഴിലെ ആശുപത്രികളിൽ ഈ സമരപരിപാടികൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങളോ ഇത്തരത്തിലുള്ള സമരപരിപാടികളോ ശക്തമല്ല. എങ്കിലും സംസ്ഥാനത്തുടനീളം ഈ തരത്തിലുള്ള പണിമുടക്കും പ്രതിഷേധ പ്രകടനങ്ങളും വിവിധ ജില്ലകളിൽ വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിൽ വിവിധ ആശുപത്രികൾക്ക് മുമ്പിലും ശക്തമായി തുടരുന്നുണ്ട്. ഇതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാരണം ഈ സമരത്തെ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി തൊഴിൽ മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമെന്നാണ്. ആ സമരത്തെക്കുറിച്ചുള്ള ഈ ഒരു പ്രസ്താവനയെ സംഘടന പരിപൂർണമായും തള്ളിക്കളയുകയും ഇത് വിവരക്കേടാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സർക്കാർ 25,500 രൂപ നൽകാം, ഈ അടിസ്ഥാന ശമ്പളമായി പരിഷ്കരിക്കാം എന്ന് പറഞ്ഞൊരു കരട് വിജ്ഞാപനം കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും സംഘടന തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി മാനേജ്മെന്റുകളെ പോലെ തന്നെ വലിയ സങ്കീർണതകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഉടൻ തന്നെ ഈ ഒരു ധാരണാപത്രത്തിലേക്ക് ആശുപത്രി മാനേജ്മെന്റുകളും നഴ്സുമാരും എത്തിപ്പെടുമെന്ന് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കാം. അജ്മൽ ദറാറും അജീഷ് ശിവകുമാറുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശമ്പളമില്ലെങ്കിൽ ജോലിക്കില്ല എന്നാണ് അവരുടെ സമീപനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.